ഇത് ഞാൻ ഓണത്തിന് 2 ദിവസം മുമ്പേ മേടിച്ചതാട്ടോ. ന്യൂട്രി കുക്കിന്റെ സ്റ്റീം പ്ലസ് എയർ ഫ്രയർ അവനാണ്. 11-in-1 ഫങ്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. മെയിൻ ആയിട്ടും ഇത് മേടിക്കാനുള്ള റീസൺ ഇതിന്റെ അകത്ത് മൊത്തം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഏകദേശം ഒരു 1.5 വർഷം അടുപ്പിച്ച് ഞാൻ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ എയർ ഫ്രയർ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഓണത്തിന് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ലുലുവിൽ പോയ സമയത്ത് അവിടെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഞാൻ ഇത് കണ്ടത്. പിന്നെ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത സമയത്താണ് ഇതിനകത്ത് 11 ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഓൺലൈനിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ റിവ്യൂ ഒക്കെ ചെക്ക് ചെയ്തായിരുന്നു. ന്യൂട്രി കുക്ക് അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ്. പിന്നെ നല്ല റിവ്യൂസും ഞാൻ അതേപോലെ കണ്ടായിരുന്നു. ഖത്തറിൽ വേറെ സ്ഥലത്തൊക്കെ ഓൺലൈനിൽ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടാണ് കാണിച്ചത്. സോ ഇനി കൂടുതൽ തിങ്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ കൈവിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ മേടിച്ചു. അവൻ ഓൺ ചെയ്ത സമയത്താണ് ഈ 10 ഓപ്ഷൻസ് വിസിബിൾ ആയിട്ട് വന്നത്. ഈ കാണുന്ന ട്രേയിൽ നമ്മൾ കുറച്ച് വെള്ളം ഫില്ല് ചെയ്ത് വെക്കണം. ഇതിലെ ഫങ്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ എയർ ഫ്രൈ ചെയ്യാം, ബേക്ക് ചെയ്യാം, റോസ്റ്റ് ചെയ്യാം, ബ്രോയിൽ ചെയ്യാം, പിസ്സ ഉണ്ടാക്കാം, സ്റ്റീം ചെയ്യാം, സ്റ്റീം ബേക്ക് ചെയ്യാം, സ്റ്റീം റോസ്റ്റ് ചെയ്യാം, സ്റ്റെറിലൈസ് ചെയ്യാം, ഡീഹൈഡ്രേറ്റ് ചെയ്യാം. കുക്ക് ചെയ്ത ഫുഡ് റീഹീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇതിൽ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത ചിക്കൻ സ്റ്റീം ബേക്ക് ചെയ്തെടുത്തായിരുന്നു. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് ബേക്ക് ചെയ്ത് കിട്ടി. രണ്ടാമതായിട്ട് ഞാനൊരു ഗ്ലൂട്ടൻ ഫ്രീ കേക്ക് ഉണ്ടാക്കി. അതിന്റെ കൂടെ കുറച്ച് ബെറീസും ചോക്ലേറ്റ് ചിപ്സും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയത്. എന്തായിരുന്നു ഇതിന്റെ ടേസ്റ്റ്. ഞാൻ ജസ്റ്റ് എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തേ ഉള്ളൂ. ടാറ്റാ ബൈ.